എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൺഫർമേഷൻ വന്നതിന് ശേഷം ആകെ കൺഫ്യൂഷനാണ്. ഈ സിലബസ് പൂർത്തിയാക്കാൻ പറ്റുമോ, പഠിച്ച ജോലി കിട്ടുമോ? അവരോടൊക്കെ ഞാൻ പറയട്ടെ, പഠിച്ച ജോലി കിട്ടും. എങ്ങനെ പഠിക്കണം? ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പഠിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, കൺഫർമേഷൻ മുന്നേ വരെ നമ്മുടെ മുന്നിൽ ഈ സിലബസ് അല്ലായിരുന്നു, അല്ലേ? ആ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്കാണ് എല്ലാവരും ഒരേ അവസ്ഥയിൽ തന്നെ, എല്ലാവരും സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. കുറച്ച് മൊഡ്യൂൾ നമ്മൾ ലീഗലിസ്റ്റ് പഠിച്ചതാണ്, അത് റിവിഷൻ ചെയ്യുന്ന ടോപ്പിക്ക് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാവരും സീറോ അവസ്ഥയിൽ തന്നെയാണ്. ഇനി നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം. അവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ മാക്സിമം സമയം സ്പെൻഡ് ചെയ്താൽ, പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും. അത് പഠിക്കുന്ന രീതിയുണ്ട്. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ പുതിയ ടോപ്പിക്ക് പഠിക്കുക. 2 മണിക്കൂർ നേരത്തെ പഠിച്ച് റിവിഷൻ ചെയ്യുക. പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ പഠിച്ചു പോകണം. ഞാൻ പറഞ്ഞ രീതി മനസ്സിലായോ? ഒരു 3 മണിക്കൂർ പുതിയ ടോപ്പിക്ക് പഠിക്കുക, 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ പഠിച്ച് റിവിഷൻ ചെയ്യുക. പിന്നീട് ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക. മോഡൽ എക്സാം എഴുതുക, മോക്ക് എക്സാം എഴുതുക. മാസ്റ്റർ കേക്കാണ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ ഓരോ ടോപ്പിക്കും ഡെയിലി പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും പഠിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? അന്നത്തെ പഠിക്കുന്നതിനൊപ്പം തന്നെ മുന്നത്തെ ദിവസത്തിൽ നമ്മൾ റിവിഷൻ ചെയ്യണം. അപ്പോൾ റിവിഷൻ പ്ലസ് ന്യൂ ടോപ്പിക് ആയിരിക്കണം പഠിച്ചു പോകേണ്ടത്. അങ്ങനെ ഒന്ന് പഠിച്ചു പോയേ നിങ്ങൾ. അതായത് ഓരോ ദിവസവും കൃത്യമായ ടോപ്പിക്ക് പഠിക്കുന്നു, മുന്നേ പഠിച്ച ടോപ്പിക്ക് റിവിഷൻ ചെയ്യുന്നു, എക്സാം എഴുതുന്നു. അങ്ങനെ ഡെയിലി എക്സാം എഴുതുക. നമ്മുടെ എക്സാമുകൾ മിനിമം 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ആദ്യം ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുത്തുള്ളൂ, പക്ഷേ മിനിമം 5 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും. മാസ്റ്റർക്കൊക്കെയാണ് ഉറപ്പ് നൽകുന്നു, മിനിമം ഒരു 10 മണിക്കൂർ പ്ലസ് എങ്കിലും. ഇങ്ങനെ വെറുതെ 10 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കാൻ പറയുമല്ല. ആദ്യം 3 മണിക്കൂർ പഠിക്കണം, 2 മണിക്കൂർ റിവിഷൻ ചെയ്യണം, പിന്നെയുള്ള സമയം മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം. ഇങ്ങനെ പഠിച്ചു പോലെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ വിജയം നേടാൻ പറ്റും. അങ്ങനെ പഠിച്ചു നോക്കുക. താങ്ക്